ആൻഡ്രോയിഡ് ഫോണിൽ കോണ്ടാക്റ്റുകൾ ഇറേസ് ആയി പോകുന്നതും ഓർക്കാതെ ഡിലീറ്റ് ആയി പോകുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത നമ്പറുകൾ പിന്നീട് ആവശ്യം വന്നാൽ തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഒക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ കോണ്ടാക്റ്റുകൾ നമുക്ക് ബാക്കപ്പ് ചെയ്ത് നമ്മളുടെ മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലോ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ട കോണ്ടാക്റ്റിനെ റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമ്മുടെ ഫോണിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനും സാധിക്കും. ഫോണിന് ഫോർമാറ്റ് ചെയ്യുമ്പോഴൊക്കെ പലരുടെയും പ്രശ്നം കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. എന്നാൽ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ കോണ്ടാക്റ്റുകളും നമുക്ക് തിരികെ നമ്മുടെ ഫോണിലേക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇതിനെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൂപ്പർ ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ സൂപ്പർ ബാക്കപ്പ് എന്നടിച്ച് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ കോൺടാക്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പോപ്പപ്പ് മെസ്സേജ് കാണാം. അതിൽ നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൾഡർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ആകും. അവിടെ നിങ്ങൾ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഫോൾഡറിന് ഒരു നെയിം കൊടുക്കുക. ശേഷം താഴെ യൂസ് ദിസ് ഫോൾഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അലോ ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആക്കുക. ശേഷം കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക പെർമിഷൻ. ഇതിൽ ബാക്കപ്പ് ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ അതേപോലെ വ്യക്തിയുടെ പേര് ഇത് ഇത്രയും നമുക്ക് ബാക്കപ്പ് ആകും. ഞാനിപ്പം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു എൻ്റെ ഫോണിലുള്ള കോണ്ടാക്റ്റുകളെല്ലാം തന്നെ ബാക്കപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പം ആ ഒരു ഫയൽ നെയിം കാണിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഫോണിൽ എത്ര കോണ്ടാക്റ്റുകൾ കിടക്കുന്നോ അത്രയും ബാക്കപ്പ് ആകാനുള്ള ടൈം ഇവിടെ എടുക്കും. എൻ്റെ ഇപ്പോൾ ഓൾറെഡി 1500 സംതിങ് കോണ്ടാക്റ്റുകളാണുള്ളത്. അതെല്ലാം ഇവിടെ ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കോണ്ടാക്റ്റ് ഫുള്ള് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ സെൻഡ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്കപ്പ് ചെയ്ത ഫയലിനെ ഗൂഗിൾ ഡ്രൈവിനകത്തും സേഫ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് പിന്നീട് റീകളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിപ്പം ആ ഒരു ഗൂഗിൾ ബാക്കപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മളുടെ ഫോണിലുള്ള ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ ബാക്കപ്പ് ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അല്പ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ഡ്രൈവിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി, അതായത് ഈ ബാക്കപ്പ് ചെയ്തേക്കുന്ന ഫയലിൻ്റെ ഒരു കോപ്പി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിനകത്തും ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഫോൾഡറിലെ കോണ്ടാക്റ്റ് ബാക്കപ്പ് ആയതും കൂടി നോക്കാം. മൈ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഡിവൈസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുകയാണ്. ഡിവൈസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ കാണാം. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റുകളെല്ലാം വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടാൽ ഈ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ കോണ്ടാക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഈ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റുകൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർമാറ്റ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട്
അല്ലെങ്കിൽ അറിയാതെയോ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോയാൽ അവ വീണ്ടും ഈ രീതിയിൽ തിരിച്ചെടുക്കാം.